എവ്രിവൺ. കഴിഞ്ഞ ദിവസം എടുത്തിരുന്നത് നാച്ചുറൽ കലാമിറ്റീസിൽ, അതായത് പ്രകൃതിക്ഷോഭത്തിൽ വരുന്ന സൈക്ലോണായിരുന്നു ചുഴലിക്കാറ്റ്. ഇന്ന് എർത്തേക്ക്, ഭൂമികുലുക്കം. എന്താണ് നമുക്ക് നോക്കാം. ഇത് സഡൻ ഷേക്കിംഗ് ഓഫ് ദ എർത്ത് ഈസ് കോൾഡ് ആൻ എർത്തേക്ക്. സഡൻ, പെട്ടെന്നുണ്ടാകുന്ന ഭൂമിയുടെ കുലുക്കം, ഒരു ഷേക്കിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എർത്തേക്ക് അല്ലെങ്കിൽ ഭൂമികുലുക്കം എന്ന് പറയുന്നത്. ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു സഡൻ മൂവ്മെൻറ്റ് ബിലോ ദ എർത്ത് സർഫേസ്. എർത്തേക്ക് ക്യാൻ ഒക്കർ എനി ടൈം വിത്തൗട്ട് എനി വാർണിംഗ്. ഒരു മുന്നറിയിപ്പുമില്ലാതെ തന്നെ നമുക്ക് എന്താണ് എർത്തേക്ക് സംഭവിക്കാറുണ്ട്, ഏത് നിമിഷം വേണമെങ്കിലും. ദേ കോസ് സീരിയസ് ഡാമേജ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. ഇത് സീരിയസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിനും സാധനങ്ങൾക്കുമൊക്കെ നാശങ്ങൾ വിതയ്ക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, എഫക്റ്റ് ഓഫ് ആൻ എർത്തേക്ക്. എന്തൊക്കെ പ്രശ്നങ്ങൾ എർത്തേക്ക് മൂലം ഉണ്ടാകും നോക്കാം. ഹ്യൂജ് സ്ട്രക്ചേഴ്സ് ലൈക്ക് ബിൽഡിംഗ്, ബ്രിഡ്ജസ് ആൻഡ് ഡാംസ് ഗെറ്റ് ഡാമേജ്ഡ്. വലിയ ബിൽഡിങ്ങുകൾ, ബ്രിഡ്ജസ്, പാലങ്ങൾ, ഡാം, ഇതിനൊക്കെ എന്താണ് ഡാമേജ് സംഭവിക്കും. ഫ്ലഡ് മേ ഒക്കർ വെൻ ഡാം ബ്രേക്സ്. ഡാമുകൾ പൊട്ടിക്കഴിഞ്ഞാൽ എന്താണ് സഡനായിട്ട് പെട്ടെന്ന് എന്താവും, വെള്ളപ്പൊക്കം ഉണ്ടാകും. ഇലക്ട്രിക് പോൾസ്, ടെലിഫോൺ വയർ ആൻഡ് ട്രീസ് ഗെറ്റ് അൺറൂട്ടഡ്. ഇലക്ട്രിക് പോൾസും അതുപോലെ തന്നെ ടെലിഫോൺ വയർ, ട്രീസ്, ഇതൊക്കെ എന്താണ് കടപുഴകി വീഴാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേഷനും ഇലക്ട്രിക് സപ്ലൈ ഒക്കെ അതിനെ ബാധിക്കും. സീവേജ് പൈപ്സ് ബ്രേക്ക് ഡൗൺ റിസൾട്ടിങ് ഇൻ സ്പ്രെഡ് ഓഫ് എപ്പിഡമിക്സ്. അതുപോലെ തന്നെ വേസ്റ്റ് ഒഴുകുന്ന പൈപ്പുകളൊക്കെ പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. മെനി പീപ്പിൾ ഡൈ ഓർ ബിക്കം ഹോംലെസ് വെൻ ബിൽഡിങ്സ് കൊളാപ്സ്. പല ആൾക്കാരും മരിച്ചു പോകാനും അതുപോലെ തന്നെ പല ആൾക്കാർക്കും വീടുകൾ നഷ്ടപ്പെടാനുമുള്ള ചാൻസ്. നമുക്ക് എന്തൊക്കെ പ്രിക്വേഷൻസ് എടുക്കാം ഒരു എർത്തേക്ക് സംഭവിക്കുമ്പോൾ. മൂവ് ഔട്ട് ടു ആൻ ഓപ്പൺ ഏരിയ ലൈക്ക് എ പാർക്ക്. അതായത് ഒരു ഓപ്പൺ ഏരിയയിലേക്ക് നമുക്ക് മാറി നിൽക്കാം, ഏതെങ്കിലും ഒരു പാർക്കോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ. കീപ്പ് എവേ ഫ്രം ഇലക്ട്രിക് പോൾസ്, ടോൾ ബിൽഡിങ്സ്, ട്രീസ് ആൻഡ് സൈൻ ബോർഡ് ആസ് ദേ ക്യാൻ ഫോൾ ഓൺ യു. ഇലക്ട്രിക് പോൾസ്, അത് വലിയ ബിൽഡിങ്ങുകൾ, മരങ്ങൾ, ഇതിൻ്റെയൊക്കെ അടുത്ത് നിന്ന് മാറി നിൽക്കണം, ചിലപ്പോൾ ഇതൊക്കെ മറിഞ്ഞ് വീഴാനായിട്ട് സാധ്യതയുണ്ട്. ഡു നോട്ട് ഗെറ്റ് അപ്പ് ഇഫ് യു ആർ ഇൻ ബെഡ്, പ്രൊട്ടക്റ്റ് യുവർ ഹെഡ് വിത്ത് എ പില്ലോ. നമ്മൾ കിടക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ പില്ലോ വെച്ച് ഹെഡ് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇഫ് യു ആർ ഇൻ എ വെഹിക്കിൾ, പാർക്ക് ഇറ്റ് ഓൺ ദ സൈഡ് ആൻഡ് സ്റ്റേ ഇൻസൈഡ് ഇറ്റ്. വാഹനത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വാഹനം ഒരു സൈഡിൽ നിർത്തി നമ്മൾ അതിനുള്ളിൽ സുരക്ഷിതരായിട്ട് ഇരിക്കണം.